ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് ആൻഡ് ട്രാവൽ. ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസമായി നാം വീഡിയോസുകളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ചൂടുകാലത്ത് വളരെ പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു മൂത്രത്തിൽ ചൂട്, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത സാഹചര്യത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂത്രമൊഴിക്കുമ്പോഴുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. സോ ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. മൂത്രവുമായി ബന്ധപ്പെട്ട്, മൂത്രം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണോ ആരാണെങ്കിലും ഈ ഒരു ചൂടുകാലത്ത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ ഒരു ചൂടുകാലത്ത് അവർക്ക് അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് വെള്ളത്തിൻ്റെ കുടിക്കുന്ന ഒരു സ്വഭാവം കുറവുള്ളത് കാരണത്താൽ ഒരു പക്ഷേ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു സാഹചര്യം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തന്നെ പറയാം, അതായത് UTI. മാത്രമല്ല യൂറിനകത്ത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നൊരു സമ്പ്രദായം വരാറുണ്ട്. അതുമാത്രമല്ല ഒരു പക്ഷേ സ്റ്റോണിൻ്റെ പ്രോബ്ലം കാരണത്താൽ കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്കും, മാത്രമല്ല യൂറിനകത്ത് സ്റ്റൈനിങ് വരുന്നൊരു വ്യക്തികളുണ്ട്, അവർക്കും. മാത്രമല്ല ഒരു ബേണിങ് സെൻസേഷൻ, അതായത് മൂത്രമൊഴിക്കുമ്പോൾ ഒരു പൊള്ളുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരുന്നത് പോലുള്ള ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു ബേണിങ് സെൻസേഷൻ വരുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രോഡക്റ്റ് മറ്റേതുമല്ല, ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യൂറാൾ എന്നുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഒരു ഓസ്ട്രേലിയൻ കമ്പനി, അതായത് അബോട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, വേൾഡിൽ അത്രത്തോളം രാജ്യങ്ങളിൽ വിപുലമായി ലഭ്യമാകുന്ന ഇവരുടെ പ്രോഡക്റ്റുകളെല്ലാം ലഭ്യമാകുന്ന ഒരു കമ്പനിയാണ് അബോട്ട് ഫാർമ. അവരുടെ വളരെ ബ്രാൻഡായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂറാൾ എന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ UAE മാർക്കറ്റിലാണെങ്കിലും മറ്റ് ഡിഫറൻറ്റ് പേരുകളിൽ സെയിം കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ യൂറാൾ എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഫാർമസിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പ്രോഡക്റ്റ് തരും. ഈ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകൾ അവർ ഫാർമസിയിൽ നിന്നും എടുത്ത് തരുന്നതാണ്. നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഫാർമസി പോയി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവർ സാധനം തരുന്നതാണ്. ഒരു OTC ആയിട്ട്, അതായത് ഓവർ ദി കൗണ്ടറായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ ബ്ലഡ് പ്രഷർ, ഷുഗർ, ഈവൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും കുഴപ്പങ്ങളും എവിടെയും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റുമായി കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം. പ്രോഡക്റ്റിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു റിവ്യൂലോട്ട് പോകാം. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യൂറിനകത്ത് വരുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ബേണിങ്ങോ അല്ലെങ്കിൽ സ്റ്റെയിനിങ്ങോ, മാത്രമല്ല ഒരു UTI ഇൻഫെക്ഷന്, ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നൊരവസ്ഥ, കിഡ്നി സ്റ്റോണുള്ള വ്യക്തികൾക്ക് ഒരു 5% രീതിയിലുള്ള, 100% കിഡ്നി സ്റ്റോൺ ഒന്നും ഡിസോൾവ് ആവില്ല, എന്നാൽ പോലും ഒരു 5% സ്മോൾ ആയിട്ടുള്ള, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെഗുലറായിട്ട് ഒരു 14 days ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒരു 5% മാത്രമാണ് ഈ കമ്പനി പോലും അവകാശപ്പെടുന്നത്. ഒരു പക്ഷേ ആ സ്റ്റോണെല്ലാം ഡിസോൾവ് ആയിട്ട് പുറത്തോട്ട് പോകാനും ചാൻസ് ഉണ്ട്. ഇത് വളരെ പ്ലീസൻ്റ് ആയിട്ടുള്ള, കുടിക്കാൻ വളരെ ത്രില്ലായിട്ടുള്ള, നമ്മളൊരു നാരങ്ങ സോഡ എല്ലാം കുടിക്കുന്നത് പോലെ, ഒരു ലെമൺ സോഡ കുടിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് എല്ലാം നമുക്ക് ലഭ്യമാകും ഈ പ്രോഡക്റ്റ് കുടിക്കുമ്പോൾ. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ട്, അതായത് 200 ml ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു പാക്കറ്റ്, ഇത് ഷാക്കറ്റ്സ് ആയിട്ടാണ് വരുന്നത്, പറയാൻ മറന്നുപോയി. ഇത് ഷാക്കറ്റ്സ് ആയിട്ട്, വീട്ടിൽ കാണുന്ന പോലെ ഷാക്കറ്റ്സ് ആയിട്ട് ചെറിയ പാക്കറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു പാക്കറ്റ് എടുത്തിട്ട് ഒരു 200 ml കോൾഡ് വാട്ടർ തണുത്ത വെള്ളത്തിലോട്ട് ഒഴിച്ച് കുടിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള, മുമ്പ് പറഞ്ഞതുപോലെ ഒരു ലെമൺ സോഡ കുടിക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭ്യമാകും. പ്രത്യേകിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉള്ളൊരു സിറ്റുവേഷനിൽ ഒന്ന് റിലാക്സേഷൻ ലഭ്യമാകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇത് കുടിക്കാൻ വളരെ നല്ലതാണ്. ഓരോ 12 മണിക്കൂറിലും ഈ പ്രോഡക്റ്റ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് രാവിലെ ഒന്ന്, രാത്രിയിൽ ഒന്ന്, വേണമെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ദിവസം 5 പാക്കറ്റ് വരെ ഉപയോഗിക്കാം. 5 പാക്കറ്റിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. 5 പാക്കറ്റൊക്കെ സ്ഥിരമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം ഉപയോഗിച്ച് നിർത്തുക. ആ സ്ഥാനത്ത് നമ്മളൊരു BD ഡോസ്, അതായത് രാവിലെ രാത്രിയിലും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 14 ദിവസം അല്ലെങ്കിൽ 21, അതായത് 3 വീക്ക് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അത് ആരെങ്കിലും ഡോക്ടേഴ്സ്, ഒരു നെഫ്രോളജിസ്റ്റ് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പ്രോഡക്റ്റ് ഒരു വളരെ നല്ലൊരു മൈൽഡായിട്ടുള്ള ക്രിസ്റ്റൽസ് സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് സൂത്തായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. വിത്തിൻ 48 hours, അതായത് 2 ദിവസത്തിനുള്ളിൽ യൂറിനകത്തില്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിനകത്തുള്ള ക്രിസ്റ്റൽസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് അതിനെ നല്ല രീതിയിൽ പുറത്തോട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലൂടെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണിത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഈ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയുള്ള കോമ്പോസിഷൻ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഷാക്കറ്റ്സിനകത്തും, അതായത് എൻ്റെ കയ്യിൽ കാണുന്ന ഓരോ ഷാക്കറ്റ്സിനകത്തും അടങ്ങിയുള്ളത്
സോഡിയം ബൈകാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്, ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, സിട്രിക് ആസിഡ് അൺഹൈഡ്രസ് അടങ്ങിയിട്ടുണ്ട്, സോഡിയം സിട്രേറ്റ് അൺഹൈഡ്രസ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് കുറച്ച് സാക്കറിനും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത്രത്തോളമാണ് ഇതിനകത്ത് അടങ്ങിയുള്ള മെയിനുള്ള ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട്, കാരണം മെയിനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു യൂറിനറി ആൽക്കലൈസർ ആണെങ്കിൽ പോലും ഇത് മെയിനായിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കിഡ്നിയിനകത്ത് വരുന്ന ഇതിനകത്തുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മൈൽഡായിട്ടുള്ള സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. യൂറിനറി ബ്ലാഡറിനകത്തുള്ള ചെറിയ രീതിയിലുള്ള ക്രിസ്റ്റൽസ് എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം അതിൽ റിമൂവ് ചെയ്ത് അവിടുത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മാത്രമല്ല ഇത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് ആർക്കും എബോ 12 ഇയേഴ്സിന് മുകളിൽ ആർക്കും ഉപയോഗിക്കാം. കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ മേടിക്കുന്നത് വളരെ അനിവാര്യമായിരിക്കും. മാത്രമല്ല ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയുള്ള ദോഷഫലങ്ങൾ നമുക്ക് നോക്കാം. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഈവൻ പാരസെറ്റമോൾ കഴിക്കുകയാണെങ്കിലും അതിൻ്റെതായ ദോഷഫലങ്ങളുണ്ട്. സോ ഈവൻ ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആയതിനാൽ കാരണം തന്നെ അതിൻ്റെതായ ദോഷഫലങ്ങളുണ്ട്. എന്നാൽ പോലും അങ്ങനെ എടുത്ത് പറയപ്പെട്ട ദോഷഫലങ്ങളൊന്നുമല്ല. ഒരു പക്ഷേ റയറായിട്ട് ആർക്കെങ്കിലും വരുന്നൊരു കാര്യമായിരിക്കാം. എഫക്ട്സ്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഇതാണ് മെയിനായിട്ട് പറയേണ്ടത്. ഒന്ന് നോസിയ, അതായത് ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ വോക്കാനിക്കാനോ വരുന്ന ഒരു ടെൻഡൻസി. മാത്രമല്ല വോമിറ്റിങ്, ഛർദ്ദി തന്നെയാണ്. പിന്നെ വായ്ക്കകത്തൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകും. വായ എപ്പോഴും ഒരു ഉണങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ റയറായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് അല്ല. മാത്രമല്ല ഒരു ഹെഡ് ഏക്ക്, മൈൽഡായിട്ടുള്ള ഒരു ഹെഡ് ഏക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രൗസിനെസ്, അത് തല ചുറ്റുന്നത് പോലെ അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെ, അതുപോലെ ഡിസ്നെസ്, ബ്ലർഡ് വിഷൻ, കാഴ്ചക്ക് ഒരു ചെറിയൊരു മങ്ങലേൽക്കുന്ന പോലെ. ഇതൊന്നും അങ്ങനെ ആർക്കും കണ്ട് പരിചയമില്ല. എന്നാൽ പോലും അവർ കമ്പനി അവകാശപ്പെടുന്ന ചില കോമൺ ആയിട്ടുള്ള ദോഷഫലങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ്. അത്രത്തോളം ഉഷ്ണം അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് ശരീരത്തിലുള്ള വാട്ടറെല്ലാം ഒരുപക്ഷെ ഹൈഡ്രേറ്റ് ചെയ്ത് പുറന്തള്ളി പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ അറിയാമല്ലോ, പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ, ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് പെർ ഡേ നമുക്ക് വേണ്ടത് 2 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടത്. ആ 2 ലിറ്റർ വെള്ളം നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും 99% ആരും അല്ലെങ്കിൽ 100% ആരും ഉപയോഗിക്കുന്നത് എവിടെയും കാണാറൊന്നുമില്ല. അത്രത്തോളം കാര്യങ്ങൾ ചിട്ടയായി ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ അങ്ങനെ കുടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുടിക്കാത്ത വ്യക്തികൾക്ക് ദിവസം 2 നേരം 3 നേരം അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള യൂറാൾ അല്ലെങ്കിൽ ഇതുപോലുള്ള യൂറിനറി ആൽക്കലൈസർ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം കൂടി നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോകുമ്പോൾ നോർമലായിട്ടുള്ള 2, 4, 6 ഏകദേശം 600 ml വെള്ളം നമുക്ക് ആ രീതിയിൽ കുടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയട്ടെ, ഇന്നത്തെ ഈ ഒരു ചൂട് കാലഘട്ടത്തിൽ, അതായത് 40 ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും GCC രാജ്യങ്ങളിലുള്ള ഒരു ചൂടിൻ്റെ അവസ്ഥ, കറണ്ട് സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള യൂറിനറി ആൽക്കലൈസർ ഷാക്കറ്റ്സ് എല്ലാം നമുക്കിതുപോലെ ഡിസോൾവ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ്. മെയിനായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന ആ ഇൻഫെക്ഷൻ അണുബാധ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മൂത്രം പുറന്തള്ളാൻ വേണ്ടിയിട്ടും, മാത്രമല്ല ഇപ്പോഴത്തെ ചൂട് കാലത്ത് ഈ ക്രിസ്റ്റൽസ് എല്ലാം ഫോം ചെയ്ത് അവിടെ ഒരു കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ വഴി മേടിക്കാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിലും നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ പോലും എല്ലാവിധ ഫാർമസികളിലും ഈ പ്രോഡക്റ്റ് ലഭ്യമാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് എത്രത്തോളം വിലയുള്ള പ്രോഡക്റ്റൊന്നുമല്ല. നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 10 ഷാക്കറ്റ്സിന് വരുന്ന റേറ്റ് 100 രൂപയുടെ അകത്തേ വരുന്നുള്ളൂ. UAയിലാണെന്നുണ്ടെങ്കിൽ 10 ഷാക്കറ്റ്സിന് വരുന്ന റേറ്റ് ഏകദേശം 10 ദിർഹം ആ രീതിയിൽ വരുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് തണുപ്പുള്ള അല്ലെങ്കിൽ അതായത് ഒരു 30, 20, 25 ഡിഗ്രി അല്ലെങ്കിൽ 30-25 ഡിഗ്രീൻ്റെ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ തണുപ്പുള്ളൊരു പ്രതലത്തിൽ കുട്ടികൾക്ക് കിട്ടാത്തൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഡയറക്റ്റായിട്ട് വായിലോട്ട് പാക്കറ്റ് പൊട്ടിച്ചിടരുത്. തീർച്ചയായിട്ടും വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. താങ്ക് യു.